സിന്ധു നദീജല തർക്കത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിരട്ടിയോടിച്ച് ഹൈദരാബാദ് എംപിയും MIM മേധാവിയുമായ അസദുദ്ദീൻ ഒവൈസി. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യ വെള്ളം നിഷേധിച്ചതെന്ന് അറിയില്ലേ? വേണ്ടാത്ത പണി ഇന്ത്യയിൽ കയറി ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കരുണയ്ക്കായി കാത്തിരിക്കുന്നു. ഇന്ത്യ കരുണ കാണിക്കാൻ ആണവായുധം വരെ എടുത്തു കാട്ടി വിരട്ടുന്നു. വെള്ളം ചോദിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്കിവിടെ സൂപ്പർസോണിക് ബ്രഹ്മോസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോ എന്നും അസദുദ്ദീൻ ഒവൈസി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യക്കെതിരെ 2 ദിവസമായി പാകിസ്ഥാൻ ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒവൈസിയുടെ പ്രതികരണം. ഇന്ത്യയുടെ ദീർഘദൂര സൂപ്പർസോണിക് മിസൈലുകളെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒവൈസി പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രഹ്മോസ് ഉണ്ട്. 9 വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്ന വാർത്ത ലഭിക്കുമ്പോൾ ഞാൻ നീന്തൽ വേഷത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഷഹബാസ് ഷെരീഫ് അസംബന്ധങ്ങൾ പറയരുത്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത്തരം ഭാഷ ഇന്ത്യയെ ബാധിക്കില്ല എന്നും സിന്ധു നദീജല കരാർ നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വഴി ശരിയാക്കുന്നതിന് പകരം നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അത്തരം ഭീഷണികൾ പ്രവർത്തിക്കില്ല എന്നും ഒവൈസി മാധ്യമങ്ങളോട് പറഞ്ഞു. 26 നിരപരാധി ക്രൂരമായി കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചത്. പാകിസ്ഥാൻ ഭീകരതയ്ക്കുള്ള പിന്തുണ പിൻവലിക്കാത്ത വിധം ഉപേക്ഷിക്കുന്നതുവരെ 1960-ലെ ജലപങ്കിടൽ കരാർ നിർത്തിവെക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇസ്ലാമാബാദിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടുത്തിടെ പറഞ്ഞു, ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും തട്ടിയെടുക്കാൻ കഴിയില്ല. ഞങ്ങളുടെ വെള്ളം നിർത്തുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തി. അത്തരമൊരു നീക്കത്തിന് നിങ്ങൾ ശ്രമിച്ചാൽ പാകിസ്ഥാൻ നിങ്ങൾക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു പാഠം പഠിപ്പിക്കും. അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരമുള്ള അവകാശങ്ങളിൽ പാകിസ്ഥാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും ഷെരീഫ് പറഞ്ഞു. പാകിസ്ഥാൻ നേതൃത്വത്തിലെ പ്രമുഖ വ്യക്തികൾ അടുത്തിടെ ആണവ ഭീഷണി ഉന്നയിച്ച സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായത്. നമ്മളൊരു ആണവ രാഷ്ട്രമാണ്. നമ്മൾ താഴേക്ക് പോവുകയാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ലോകത്തിന്റെ പകുതിയും നമ്മൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്നത് പാകിസ്ഥാന്റെ സാധാരണ വ്യാപാരമാണെന്ന് ന്യൂഡൽഹി പ്രതികരിച്ചു. ഇത്തരം പരാമർശങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വന്തം നിഗമനങ്ങളിൽ എത്തിച്ചേരാനാകും. ഇത് സൈന്യം തീവ്രവാദ ഗ്രൂപ്പുകളുമായി കൈകോർക്കുന്ന ഒരു സംസ്ഥാനത്ത് ആണവ കമാൻഡിന്റെയും നിയന്ത്രണത്തിന്റെയും സമഗ്രതയെക്കുറിച്ചുള്ള സ്ഥിരമായ സംശയങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ തുടർന്നും സ്വീകരിക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു. ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക അതിർത്തി കടന്നുള്ള ജലപങ്കിടൽ കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19-നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെക്കുന്നത്. 64 വർഷം പഴക്കമുള്ള ഈ കരാർ കറാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത്. നീണ്ട 9 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാറിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.